വെളുത്തുള്ളി കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി തൊലി പൊളിച്ചെടുക്കുന്ന ഒരു സമയം മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. വെളുത്തുള്ളി ഇതുപോലെ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത് 1 കപ്പ് വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ളൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കുകയാണ് അച്ചാർ ഉണ്ടാക്കുന്നതിന് നല്ലത്. ഒരു ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അച്ചാറുകൾക്ക് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെളുത്തുള്ളി ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങുമ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി വീണ്ടും ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അച്ചാറിലേക്കുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് വിനാഗിരിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത്. പുളിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ പുളി വേണമെന്നുള്ളവർ കൂടുതൽ വിനാഗിരി ചേർക്കുക. ഈ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒരു തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ചില്ലു കുപ്പികളിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് അച്ചാറുകളൊന്നും ഉണ്ടാക്കിയ ഉടനെ നമ്മൾ കൂട്ടരുത്. അപ്പോൾ അതിൻ്റെ അകത്ത് എരിവും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ഒരാഴ്ചയെങ്കിലും എടുത്തു വെച്ച ശേഷം ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്കിത് തണുത്ത ശേഷം കുപ്പികളിലേക്ക് ആക്കി വയ്ക്കാം.